പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ചാനൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി പറഞ്ഞൊരു സോങ്ങിന്റെ കരോക്കെ വേർഷൻ. ഈ ഒരു വീഡിയോയില് എനിക്കൊരു കമന്റ് വന്നു. എന്താന്ന് വെച്ചാല്, ഒരു വീഡിയോയില് നമ്മുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ഗാലറിയിലെ വീഡിയോയിലോ ഏതെങ്കിലും ഒന്ന് ഒരു കരോക്കെ വീഡിയോ തന്നെ എടുക്കാൻ നമുക്ക്. അതിൽ നമുക്ക് പാടി റെക്കോർഡ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്. നമുക്ക് ഇപ്പം മൈക്കെടുത്ത് പാടി വേറെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ഫോണിൽ തന്നെ പാടുന്നത് നമുക്ക് തന്നെ കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ റെക്കോർഡ് ചെയ്യാവുന്ന രീതി ഉള്ളൊരു ട്രിക്കാണ് ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലെടുക്കാം. ഇറ്റ്സ് മീ ഗൈസ്. അതിന് നമ്മൾ നമ്മുടെ ഫോണിലെ സ്ക്രീൻ റെക്കോർഡിങ് ഇതാ ഇവിടെ കാണാം. ഈ സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ളത് നമ്മൾ ഓണാക്കിയിടുക. അത് ചുമ്മാ നമ്മൾ ഓണാക്കിയിട്ടാൽ പോരാ, അതിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്ക്രീൻ റെക്കോർഡിംഗ് ഉള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും. ഫസ്റ്റ് തന്നെ രണ്ട് ഓപ്ഷനും കാണാം. ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് സിസ്റ്റം സൗണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് മൈക്രോഫോൺ സൗണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് സിസ്റ്റം സൗണ്ടും റെക്കോർഡ് മൈക്രോഫോൺ സൗണ്ടും നിർബന്ധമായും നമ്മൾ ഓൺ ആക്കിയിടണം. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ കരോക്കെ നമ്മൾ പാടി റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസ് നമ്മൾ നിർബന്ധമായും ഓൺ ആക്കിയിടണം. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ റെക്കോർഡ് സിസ്റ്റം സൗണ്ട് നമ്മൾ ഓൺ ആക്കിയില്ലാണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ഒരു കരോക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കരോക്കെ നമ്മുടെ ഫോണിൽ വെച്ച്, അപ്പോൾ ഈ കരോക്കെ നമ്മളെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കരോക്കേൻ്റെ സൗണ്ട് നമുക്ക് കിട്ടില്ല. സെക്കൻഡ് ഓപ്ഷൻ റെക്കോർഡ് മൈക്രോഫോൺ സൗണ്ട്. ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ, കരോക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പാടുകയാണെങ്കിൽ, അല്ലെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ പറയുകയാണെങ്കിലോ യൂട്യൂബ് വീഡിയോ ചെയ്യുകയാണെങ്കിലോ എന്താണെങ്കിലും, ഇപ്പോൾ പാടുകയാണെങ്കിലോ എന്തിനും ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിടണം. എന്നാലേ നമ്മുടെ സൗണ്ട്, നമ്മൾ പറയുന്ന സൗണ്ട് ഈ ഒരു വീഡിയോയിൽ കേൾക്കുള്ളൂ. ഇനി അതിന് താഴെ 3 ഓപ്ഷൻസ് കാണാം. വീഡിയോ റെസൊല്യൂഷൻ, ഫ്രണ്ട് ക്യാമറ, ഷോ സ്ക്രീൻ ടച്ചസ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ വീഡിയോ റെസൊല്യൂഷൻ. അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. കാരണം ഒരു മാക്സിമം ക്വാളിറ്റി ആണത്. ഒരു മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, ഒരു നാച്ചുറൽ ക്വാളിറ്റിയാണ്. ഹൈ 1080p 16 Mbps. അത് അങ്ങനെ തന്നെ വെച്ചാൽ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ ഫ്രണ്ട് ക്യാമറ. നമ്മളിപ്പോൾ നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് പാടണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫോണിൽ നിന്ന് വീഡിയോ എടുക്കാണ്ട് തന്നെ നമ്മുടെ ഈ ഫോണിൽ തന്നെ വീഡിയോ എടുക്കാം. അത് എങ്ങനെയാ വെച്ചാൽ, മുകളിൽ ചെറിയൊരു റൗണ്ടായിട്ടേ നമ്മുടെ ഫേസ് കാണുള്ളൂ. അല്ലാതെ നമ്മൾ വേറൊരു ഫോണിലെടുക്കുന്ന പോലെ ഫുൾ സ്ക്രീൻ ആയിട്ടൊന്നും കിട്ടില്ല. പിന്നെ ഇനി തേർഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഷോ സ്ക്രീൻ ടച്ചസ്. അതിപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ടതാണ്. ഇതാ ഈ കാണുന്ന ഈ ഒരു ഡോട്ട് തന്നെയാണ് ഇത്. അത് ഓൺ ആക്കിയിട്ടാൽ നമ്മുടെ ഈ ഡോട്ട് ഇങ്ങനെ വരും. നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു ഡോട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും ഇപ്പോൾ ഓണാക്കി ഓഫാക്കി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഈ ഫോണ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ്ങിലായതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്ത് നമ്മൾ പാട്ടൊക്കെ പാടുക. ഇപ്പോൾ ഞാൻ പാട്ട് പാടി കാണിക്കുന്നില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വെക്കും പാട്ടെടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം, ഞാനിപ്പോൾ പറയുന്നത് ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിലാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു കരോക്കെ വീഡിയോ എടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് റെക്കോർഡാവും. അപ്പോൾ ഇങ്ങനെയാണ് പാട്ട് പാടി റെക്കോർഡ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.